ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ടുവേർഡ്സ് ഈക്വാലിറ്റി തുല്യതയിലേക്ക് എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതിലെ ആക്ടിവിറ്റീസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നാണ്. ഇത് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ ഒരുമിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത്, വാട്ട് വുഡ് ബി ദ റീസൺസ് ഫോർ ദ ഡിഫറൻസ് ഇൻ ഇൻകം ബിറ്റ്വീൻ ഫാമിലീസ്? ഓരോ കുടുംബത്തിൻ്റെയും വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? Different types of occupation earn different incomes. Those with more agriculture land earn more income. Individuals and the different occupations and earn different incomes depending on their education and skills. വ്യത്യസ്ത തരം തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വ്യത്യസ്ത വരുമാനം ലഭിക്കുന്നു. കൂടുതൽ കൃഷിഭൂമിയുള്ളവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നു. ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. കഴിവിനനുസരിച്ച് വരുമാനം വ്യത്യസ്തമാണ്. ഓരോരുത്തരും നേടുന്ന വിദ്യാഭ്യാസ യോഗ്യതയും നൈപുണികളും അനുസരിച്ചും വിവിധ തൊഴിൽ മേഖലകളിൽ എത്തുകയും വ്യത്യസ്ത വരുമാനം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കുടുംബത്തിൻ്റെ വരുമാനം മാറാനുള്ള അല്ലെങ്കിൽ വ്യത്യാസപ്പെടാനുള്ള കാരണങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ഹൗ ക്യാൻ ഫാമിലീസ് ജനറലി ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ഇൻകം? വരുമാന ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ എങ്ങനെ തരംതിരിക്കാം? 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫാമിലീസ് വിത്ത് ദെയർ എമൗണ്ട് ഓഫ് ഹൈ ഇൻകം. സെക്കൻഡ് വൺ, ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് മോഡറേറ്റ് ഇൻകം. ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ലോ ഇൻകം. അതോ ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. ഇങ്ങനെ 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കോസസ് ഓഫ് ഇനീക്വാലിറ്റി ഇൻ സൊസൈറ്റി? സമൂഹത്തിലെ അസമത്വം അല്ലെങ്കിൽ ഇനീക്വാലിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ദ അവൈലബിൾ റിസോഴ്സസ് ഇൻ എ സൊസൈറ്റി ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. ഇനീക്വാലിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. സമൂഹത്തിലെ വിഭവങ്ങളുടെ തുല്യമല്ലാത്ത വിതരണവും തൊഴിലിലും വരുമാനത്തിലും ഉണ്ടാകുന്ന അസമത്വവും. ഈ 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് സോഷ്യൽ ഇനീക്വാലിറ്റി? എന്താണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്? സോഷ്യൽ ഇനീക്വാലിറ്റി ഈസ് എ കണ്ടീഷൻ വേർ ഓൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആർ നോട്ട് സോഷ്യലി ഈക്വൽ. ദ അൺഈക്വൽ കണ്ടീഷൻ ഇൻ സ്റ്റാറ്റസ്, റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് സോഷ്യൽ ഇനീക്വാലിറ്റി. സാമൂഹികമായിട്ട് എല്ലാ ജനവിഭാഗങ്ങളും തുല്യതയല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയും തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കാൻ കാരണമാകുന്നു. 5ാമത്തെ ചോദ്യം, ഹൗ ഈസ് സോഷ്യൽ പ്രോഗ്രസ് പോസിബിൾ? സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത് എങ്ങനെയാണ്? സോഷ്യൽ പ്രോഗ്രസ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദ ബേസിക് നീഡ്സ് ഓഫ് ഓൾ ദ പീപ്പിൾ ആർ മെറ്റ്. ടു ദിസ് ആൻഡ് ദ ഗവൺമെന്റ് ഫോർമുലേറ്റ്സ് ആൻഡ് ഇംപ്ലിമെന്റ്സ് എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് പ്രൊജക്ട് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വൽ റൈറ്റ്സ്. എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. ഇതിനായിട്ട് വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യാവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. 6ാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ വെൽഫെയർ പെൻഷൻസ്? ക്ഷേമ പെൻഷനുകൾ എന്നാൽ എന്ത്? വെൽഫെയർ പെൻഷൻസ് ആർ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് എയിംഡ് അറ്റ് പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് to people who are socially and economically backward as well as vulnerable groups. The chief beneficiaries of welfare pensions are senior citizens, the differently abled, widows, unmarried women above 50 years of age, farmers, etc. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, what schemes and programs are being implemented by the central and state governments for poverty alleviation and reducing social inequality? ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? 1, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. മറ്റൊന്ന് ലൈഫ് മിഷൻ, വിദ്യാവാഹിനി, തീരമൈത്രി, കൈവല്യ, ജനനി ജനമരക്ഷ, പ്രതിപതീരം, ഗോത്രബന്ധു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സ്കീമുകൾ. ഈ സ്കീമുകൾ എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അതും കൂടെ വായിച്ചു നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത പാഠഭാഗവുമായിട്ട് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.